എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഓട്ടോറിക്ഷ കത്തുന്ന കണ്ടിട്ട് ശ്രീഹരിക്ക് സഹിച്ചില്ല. അങ്ങനെ തീ കടത്താൻ ശ്രമിക്കുന്നതിനിടെ ശ്രീഹരിക്ക് പൊള്ളലൊക്കെ ഏൽക്കുകയാണ്. അങ്ങനെ ശ്രീഹരിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലവിക്ക് സേതുനും അച്ഛനും ഒക്കെ വല്ലാത്ത വിഷമമായി. പിന്നീട് സേതു ശ്രീഹരിയുടെ അരിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. കുഴപ്പമില്ല സേതുട്ടാന്ന് പറയണം. നീ എന്തു പരിപാടിയാ ശ്രീഹരി കാണിച്ചേ? ഓട്ടോറിക്ഷ കത്തുന്ന കാണുമ്പത്തിന് നീ അതിന്റെ അടുത്തേക്ക് പോയി തീ കെടുത്താൻ നോക്കുന്ന മണ്ടത്തരമല്ലേന്ന് ചോദിക്കാം. വണ്ടി പിന്നെ ആളിനും വാങ്ങാം, പക്ഷെ നിന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചായിരുന്നെങ്കിലോ, നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോന്ന് ചോദിക്കാം. ഇല്ല സേതുവേട്ടാ, ആ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. എന്റെ മനസ്സിൽ എന്റെ ഓട്ടോറിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഓർത്തു വയ്ക്കേ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വാങ്ങിയതാ. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, ഞാൻ ശ്രീഹരിയോട് ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞ, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന്. നടന്നു. ഇനിയിപ്പൊ അത് മാത്രം ആലോചിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. പല്ലവി പറഞ്ഞു, അത് ശരിയാ, ശ്രീഹരി കാണിച്ച് ശരിക്കും മണ്ടത്തരോ. എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ. അച്ചു പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചു പോയാ ഞാനും അതോടുകൂടി മരിച്ചു പോയാനും, പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ലായിരുന്നു. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, കണ്ടില്ലടാ, അവൾക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണ്. എന്നിട്ടാണോ നീ ഇതുപോലത്തെ പരിപാടി കാണിക്കാൻ പോയത്? ഒരു ഓട്ടോറിക്ഷ കത്തുന്ന കണ്ടപ്പത്തിന് അതിനകത്തേക്ക് ചാടാൻ പോയേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കു പറയാണ് സേതു. സേതുവിനറിയാം ശ്രീഹരിയുടെ വിഷമം എന്താന്ന്. സേതു ഒരുപക്ഷെ ശ്രീഹരിയുടെ സ്ഥാനത്ത് താനാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ. തന്റെ വണ്ടി കത്തുന്നവിടെ തനിക്ക് സഹിക്കാൻ പറ്റില്ലോ. ആശിച്ചു മോഹിച്ചു മേടിച്ചാലേ അതിനേക്കാൾ ഉപരി ഒരു ജീവിതമാർഗം കൂടെയാണ് ഇല്ലാതായത്. ആ സമയം പല്ലവി പറഞ്ഞു, ഇത് വെറുതെ കത്തിയതല്ല സേതുവേട്ടാ, ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്ന് പറയാം. അത് കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, അതെ പല്ലവിച്ചി, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അമ്മ വെല്ലു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അമ്മയാണോന്ന് ചോദിക്കുക. ഇത് കേട്ട പല്ലവി പറഞ്ഞു, പൂർണ്ണാമയോ? പൂർണ്ണാമ അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഇനിയിപ്പം അമ്മയുടെ പേര് പറഞ്ഞ് വേറെ ആരെങ്കിലും ചെയ്താണോന്നും പറയാൻ പറ്റില്ല. ആരെ എന്താ എന്നൊന്നും അറിയത്തില്ലോ. ഇത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല, റോഡ് സൈഡിൽ കിടന്നതല്ലേ, ചിലപ്പോ വല്ല തീപ്പൊരി എന്തേലും വന്ന് വീണാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയാം. പല്ലി പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയ തീപ്പൊരി വന്ന് വീണാ കത്തുന്നല്ലോ ഇത്, അതിന്റെ പിന്നിൽ ആരെങ്കിലും കാണും, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് പറയണം. അച്ചു പറഞ്ഞു, ആരാണെങ്കിലും കണ്ടെത്തണം അതിന്റെ പിന്നില് എന്നൊക്കെ പറയണം. പിന്നീട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. പോലീസ് നേരെ ശ്രീഹരിയുടെ അരിയിലേക്ക് വരുവാണ് അന്വേഷിക്കാനായിട്ട്. പിന്നീട് ശ്രീഹരിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എപ്പോഴാണ് ഓട്ടോറിക്ഷ കൊണ്ട് ഇട്ടത്. പിന്നീട് ശ്രീഹരി സത്യങ്ങളൊക്കെ പറയണം. ഞങ്ങള് പുറത്ത് പോയിട്ട് കുറച്ച് രാത്രിയായിട്ടാ വന്നിട്ട് ഞങ്ങൾ അകത്ത് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ തീ കത്തുന്നുണ്ട്. ഈ സമയം സേതുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാ ആദ്യം കണ്ടേന്നൊക്കെ. അപ്പൊ സേതു പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞ, പരിചയത്തിലുള്ള ആള് വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ഓട്ടോറിക്ഷ കത്തുന്നുണ്ടെന്ന്. അത് അറിഞ്ഞോണ്ട് ഞങ്ങൾ ഓടി വന്നേന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജന മാഡം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ അവരെങ്ങോട്ടേക്ക് പോവാം. ആ സമയം പല്ലവി ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഉറപ്പായിട്ടും അത് ആരാ ചെയ്തെങ്കിൽ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. നീ വിഷമിക്കാതിരുന്നാൽ മാത്രം മതി. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ ഓട്ടോറിക്ഷ വാങ്ങാന്ന് പറയണം. അച്ചു പറഞ്ഞു, അത് ശരിയാ, ഈ ഓട്ടോറിക്ഷ പോയാൽ എന്തിനാ ശ്രീഹരി വിഷമിക്കണേ, നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങാലോ എന്നൊക്കെ പറയാണ്. പിന്നീട് നിരഞ്ജന മാഡം ബാക്കി പോലീസുകാരും കൂടെ ഓട്ടോറിക്ഷ കത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് നോക്കിയെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കും മനസ്സിലായി ഇത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചാന്നുള്ള കാര്യം. അപ്പൊ ഇത് മനഃപൂർവ്വം ആരോ കരുതി കൂട്ടി ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും. വെറുതെ ഒരിക്കലും ഈ ഓട്ടോറിക്ഷ കത്തത്തില്ലല്ലോ. അതിനുശേഷം എന്ത് ചെയ്യണം, അവിടെയുള്ള അടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തം വന്നിട്ട് പെട്രോൾ ഒഴിക്കുന്നത് കാണുവാണ്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി അവൻ നേരത്തെ തന്നെ ഗുണ്ടകളുടെ ലിസ്റ്റിലുള്ളതാണ്. ഗുണ്ടാജയനാണ് അവന്. ഓഹോ, അപ്പൊ അവനെ കൊണ്ട് ആരോ ഇത് മനഃപൂർവ്വം ചെയ്യിച്ചാവാനാണ് ചാൻസ്. പിന്നീട് അവനെക്കുറിച്ചുള്ള അന്വേഷണമായി. ആ സമയം ഒരു കാര്യം കൂടെ ചെയ്തു. പൊന്നുമടത്ത് കയറി അന്വേഷിക്കുക. കാരണം ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ശത്രുക്കൾ ആരും ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു പറഞ്ഞു. കാരണം വീടിന്റെ ആ പൊന്നുമടത്തിനുള്ളിൽ കയറ്റി പാർക്ക് ചെയ്യേണ്ടതിന് പകരം വീടിന്റെ പുറത്ത് എന്തിനാ കൊണ്ടുപോയി പാർക്ക് ചെയ്തതെന്ന് നിരഞ്ജനമാടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് അച്ചു പറഞ്ഞ് വീടിനകത്ത് കയറി പാർക്ക് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അമ്മയ്ക്ക് ഋതുവിനൊന്നും അതിനോട് താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീടിന്റെ പുറത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തേ. പോരാത്തിന് അമ്മ പറയുകയും ചെയ്തു, വീടിനകത്ത് കയറ്റി വണ്ടി ഇട്ടുണ്ടെങ്കിൽ, ഗേറ്റിനകത്ത് കയറ്റി വണ്ടി ഇട്ടുണ്ടെങ്കിൽ വണ്ടി കത്തിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജാമാടത്തിന് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ആ വഴിക്ക് അന്വേഷിക്കാനായിട്ട് പോവാ. ആ സമയം ഗുണ്ടാജയനും തപ്പുന്നുണ്ടായിരുന്നു. അവന് ആര് പറഞ്ഞിട്ടാ ഇത് ചെയ്തേന്നുള്ള കാര്യത്തില്. അവസാനം
ഗുണ്ടാജയനെ പിടികൂടുകയാണ്. അങ്ങനെ പിടികൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പൊന്നുമടത്തിൽ നിന്ന് ഒരു കോളാ വന്നേന്ന് പറയണം. പൊന്നുമടത്തിൽ നിന്ന് കോള് വന്നു. അതിനുശേഷമാണ് ഞാനിത് പോയി ചെയ്തേ. അപ്പൊ അവനിക്ക് പൈസ ഓഫർ ചെയ്തു, അങ്ങനെയൊക്കെ പറയാണ്. അങ്ങനെ എല്ലാ തെളിവോട് കൂടിയിട്ടാണ് പിന്നീട് നിരഞ്ജന മാഡം പൊന്നുമടത്തിലേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് ആകെപ്പാടെ വിഷമത്തിലായിരുന്നു പൂർണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഒരിക്കലും താൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഓട്ടോറിക്ഷ കത്തി പോവുകയും ചെയ്തു. ഇനിയിപ്പം ശ്രീഹരിയുടെ അച്ഛൻ്റെ കണ്ണില് താൻ തെറ്റുകാരി, എല്ലാവരുടെ മുന്നില് ഇപ്പൊ താനൊരു ഇത്രയും വലിയൊരു പാപം ചെയ്ത ഒരു ഓട്ടോറിക്ഷ കത്തിക്കാൻ മാത്രമുള്ള ഇതൊന്നും തനിക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. താൻ വിളിക്കുകയും ചെയ്താ ഓട്ടോറിക്ഷ കത്തിക്കൂന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനാ. ആ സമയത്ത് ഋതു വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മളാരും ചെയ്തല്ലോ. ഒരുപക്ഷെ വഴി കൂടെ പോയി ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കാന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് പൂർണിമ ഒരുക്കല്ലായിരുന്നു. പൂർണിമ പറഞ്ഞു, ഇത് മനഃപൂർവ്വം ആരോ കരുതി കൂട്ടി ചെയ്താന്ന് പറയണം. അപ്പോഴേക്കും ബേബി ചേച്ചി വന്നിട്ട് പറഞ്ഞു, അതെ സേതു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, സേതുവിന്റെ ദേഹം ശരിയും നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു, ഓട്ടോറിക്ഷ കത്തുന്നാണ്ട് പവനല്ലാതെ വേറെ ആരും അങ്ങോട്ട് എടുത്ത് ചെയ്യാണ്ട കാര്യമുണ്ടോ? ഇതാ പറയാൻ ശരിക്കും ബുദ്ധിയില്ലാന്ന്. ഇങ്ങനെ ഉള്ള ഒരുത്തിനെ കൊണ്ടാണല്ലോ അച്ഛനെ കല്യാണം കഴിപ്പിച്ചെന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പം ബേബിച്ചേക്ക് നല്ല ദേഷ്യം വന്നു. ബേബിച്ചേച്ചി പറഞ്ഞു, ഋതു നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. കാരണം ഇത്രയും കാലം ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന ആ ഓട്ടോറിക്ഷ വെച്ചായിരുന്നു ശ്രീഹരി. അപ്പൊ ആ ഓട്ടോറിക്ഷ കത്തി നശിക്കുന്ന കാണുമ്പോ ആരാണെങ്കിലും അതിനകത്തേക്ക് അത് തീ അണയ്ക്കാനായിട്ട് ശ്രമിച്ചു നിൽക്കും. ആ സമയത്താണ് അവനിങ്ങനെയൊക്കെ അപകടം സംഭവിച്ചതെന്ന് പറയാം. പൂർണ്ണം പറഞ്ഞു, എന്തായാലും കഷ്ടമായി പോയെന്ന് പറയണം. ഈ സമയം ബേബി ചേച്ചി പറഞ്ഞു, ആരാണെങ്കിലും ഒരു കാലത്ത് അവർ ഗുണം പിടിക്കാനായിട്ട് പോകുന്നില്ല, അവർ നശിച്ച നാരായണക്കല്ല് പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാഗുവാണ്. ഋതുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം സ്വാതിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ സ്വാതിനെ വിലക്കേക്കുക. ഈ കാര്യങ്ങൾ എങ്ങാനും തുറന്നു പറയോ പുറത്തു പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും കൂടെ പ്രതിയാന്ന് ഞാൻ പറയൂന്ന്. അതുകൊണ്ട് സ്വാതിക്കും പറയാൻ പറ്റില്ല. സ്വാതിക്ക് എന്നാലും ഈ ഓട്ടോറിക്ഷ കത്തിച്ചതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എത്രയൊക്കെ എന്ന് പറഞ്ഞ് വായും കൊണ്ട് പറയുന്ന പോലെ അല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നേ. ഋതുവിന്റെ മനസ്സ് അത്രമാത്രം ക്രൂരമായതുകൊണ്ടാണ് ഋതു അങ്ങനെയൊക്കെ ചെയ്യിച്ചത് തന്നെ. ഋതുവിന് എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഋതു ഇരിക്കുന്നേ. ഈ സമയം അച്ചു വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് പൂർണിമയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ, ആര് ചെയ്താണെങ്കിലും ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ അങ്ങോട്ട് അന്വേഷിക്കാനേ വിട്ടുവരും. ഒരു നിങ്ങളെല്ലാരും പറഞ്ഞു ഓട്ടോറിക്ഷ അവിടെ ഇടാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് എന്താ, ഓട്ടോറിക്ഷ പുറത്തല്ലേ ഇട്ട, ഗേറ്റിന് വെളിയിലല്ലേ ഇട്ടെ, ആർക്ക് ശല്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങനെ ഓട്ടോറിക്ഷ കത്തിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ശ്രീഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ പിന്നെ ഈ അച്ചുവിനെ നിങ്ങൾ കാണത്തില്ലായിരുന്നു. അതോട് കൂടിയിട്ട് നിങ്ങളുടെ അഭിമാനവും എല്ലാം എവിടെ പോകും നമുക്ക് കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അച്ചു ദേഷ്യപ്പെടുകയാണ് പൂർണിമയോട്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പൂർണിമ അത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീടാണ് പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിരഞ്ജനമാടും അങ്ങനെ വരുവാണ്. അങ്ങനെ സ്വാതിയും ഋതുവും പൂർണിമയൊക്കെ ഉണ്ട്. പിന്നീട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഓരോ ഓട്ടോറിക്ഷ കത്തിക്കാരൻ നിങ്ങൾ അറിഞ്ഞായിരുന്നു ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അറിഞ്ഞായിരുന്നു. അല്ല എന്നിട്ട് നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാൻ പോകത്തെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഋതു പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ലായിരുന്നു മാഡം. അല്ലെങ്കിൽ തന്നെ ആ ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ചെയ്യുന്നതോട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇരണ്ട, പൊന്നുമടത്തിന് അന്തസ്സിനും അഭിമാനത്തിനും കേടായതുകൊണ്ട് പുറത്തിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഓട്ടോറിക്ഷ പുറത്ത് പാർക്ക് ചെയ്തേന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നിരഞ്ജനാമ്പാടം ചോദിച്ചു, ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്താൽ പോകുന്നതാണോ ഈ പൊന്നുമടത്തിന് അന്തസ്സും അഭിമാനം എന്ന് ചോദിക്കുക. അത് കേട്ടതും പൂർണിമയുടെ മുഖത്തും ഈ പറയുന്ന ഋതുവിന്റെ മുഖത്തും വ്യക്തമായില്ല. കാരണം അവരൊട്ടും പ്രതീക്ഷിച്ച ചോദ്യമല്ല ഇത്. എന്തായാലും കുറെ കഷ്ടമായിപ്പോയി. നിങ്ങൾ 3 പേരിൽ ആർക്കും ഇതിനകത്തൊരു പങ്കുണ്ട്, സത്യം പറ, ആരാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് ചോദിക്കണം. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, എനിക്കറിയത്തില്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാര്യം പറഞ്ഞ് ഞാൻ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷയെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയണം. സ്വാതി ഇവിടെ ഞാനും ഇല്ലെന്ന് പറയണം. ഋതു പറഞ്ഞു, അങ്ങനെ കത്തിക്കേണ്ട കാര്യം എന്താ ഇരിക്കുന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും അതിന്റെ ആവശ്യമില്ല. പിന്നെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ശത്രുക്കളായിരിക്കും അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയണം. ഇത് കേട്ടത് നിരഞ്ജനമ്പാടം പറഞ്ഞു, ആര് തന്നെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉറപ്പായിട്ടും അവരെ പിടികൂടിയിരിക്കും. നിങ്ങൾ 3 പേരെങ്കിൽ ആര് ഒരാളെന്ന് ഉറപ്പുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഒരാളെ മാത്രം ശിക്ഷിക്കുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടല്ലോ 3 പേരെയും കൂടെ ഇപ്പൊ തൂക്കിയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടും ചോദ്യം ചെയ്യാനായിട്ട്. എന്ത് വേണം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്വാതിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പോ ഇത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, സത്യങ്ങളൊക്കെ തുറന്നേ പറഞ്ഞേ മതിയാവുള്ളൂ. അവസാനം സ്വാതി പറഞ്ഞു, ഞാൻ പറയാൻ പാടെന്ന് പറയാണ്. ഇത് കേട്ട ഋതു ഒന്നും ഞെട്ടി. പിന്നീട് സ്വാതി പറഞ്ഞു, ഋതു ചേച്ചിയാണ് അങ്ങനെ ചെയ്തതെന്ന് പറയണ. ഇത് ഋതു ഒട്ടും പ്രതീക്ഷ കാര്യമല്ല. കാരണം തന്നെ സ്വാതി ഒറ്റ കൊടുക്കുമെന്നും
ഋതുവിന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം പൂർണ്ണിമ ചോദിച്ചു, സ്വാതി നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് വെക്കും. അതേമേ, ആരുടെയിലേക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൂടി ഇതിനെ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയായിരുന്നേ. ചേച്ചി തന്നെയാണ് ഇത് ചെയ്യിച്ചെന്ന് പറയാം. ആരെ കൊണ്ടോ ഇത് ചെയ്യിച്ചാന്ന് പറയണം. ഇത് കേട്ടപ്പോ പൂർണ്ണിമ വന്ന് ഋതുവിന്റെ കർണം നോക്കിക്കൊണ്ട് പൊട്ടിക്കാണ്. എടി ദുഷ്ടേ, എന്നാലും ഇത്ര കൊടും ക്രൂരത നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നിരഞ്ജൻ പറഞ്ഞു, അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ, അതാ നമുക്ക് പോയാലോ ഋതു, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അവളുടെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിക്കണം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ലോക്കപ്പിൽ കൊണ്ടിടാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.